ഇന്നത്തെ ഫിസിക്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കൊരു ആവറേജ് ആയിരുന്നു. എനിക്ക് 4 മാർക്കിൻ്റെയും ഒരു 3 മാർക്കിൻ്റെയും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അത് കറക്റ്റ് ആണോ ഇല്ലയോ. ഞാൻ എക്സാമിനറിൻ്റെ ആൻസർ കീ നോക്കിയപ്പോൾ 3 മാർക്കിന് എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ഒരു സോളിനോയിഡിൻ്റെ. അത് കുഴപ്പമില്ല. അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ അല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു A+ ആണെങ്കിലും A ഗ്രേഡ് ആണെങ്കിലും എന്ത് ഗ്രേഡ് ആണെങ്കിലും നമ്മൾ അധ്വാനിച്ച് മേടിച്ചതാണ്. എഫേർട്ട് ഉണ്ട്, അത് പ്രസന്റ് ചെയ്യുന്നതിൽ ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞു പോയതിനെ പറ്റി ചിന്തിക്കണം. ഇനി വരാൻ പോകുന്നത് ആ 2 എക്സാം നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. പക്ഷേ മോഡൽ എക്സാമിൻ്റെ കെമിസ്ട്രി നല്ല ടഫായിരുന്നു. നല്ല ടഫാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എളുപ്പമാകുന്ന നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതുവരെ കഴിഞ്ഞ എക്സാംസൊക്കെ ഒരു മോഡറേറ്റ് ആയിരുന്നു, കുഴപ്പമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ കെമിസ്ട്രി ഉണ്ടാകും, ബയോളജി ഉണ്ടാകും, ഒരു ഐഡിയ ഇല്ല. നമ്മൾക്ക് പറ്റുന്നത് നമ്മൾ പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ സാറ്റർഡേ ആവും. അപ്പോൾ തൊട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പറയും, ഞാൻ ചെറുതായിട്ട് പറയാം. സ്റ്റഡി പ്ലാൻ വേണ്ടെന്നുള്ളവർക്ക് നമുക്ക് നേരെ നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. ഇന്നത്തെ ദിവസം ഞാനിടുന്ന ഓർഗാനിക് കെമിസ്ട്രി 6th 7th ചാപ്റ്റർ എനിക്ക് തീരെ അറിയാം, പക്ഷെ എനിക്ക് അങ്ങനെ തലയിൽ ഉദിച്ച് നിൽക്കുന്നില്ല, അത്രയും മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല 7ാമത്തെ ചാപ്റ്റർ. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് നോക്കണമെന്നുണ്ട്. 6th ചാപ്റ്ററിൽ എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. പീരിയഡിൽ ഞാൻ ഗംഭീരമാണ്, പക്ഷെ ചില സമയത്ത് പൊട്ട ബുദ്ധി കാരണം എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കുന്നുണ്ട്. അത് സാറ്റർഡേ എന്ന് പറയുന്നത് ഞാൻ ഹാഫ് ഡേ ബയോളജിക്ക് വെച്ചിരിക്കുകയാണ്. കാരണം ബയോളജി ഒരു ദിവസം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ, പക്ഷേ സ്റ്റിൽ ഞാൻ ഒരു ഹാഫ് ഡേ ഫുൾ ഡേ എടുക്കുന്നില്ല. അപ്പോൾ സാറ്റർഡേ ഞാൻ രാവിലെ ടു ഒരു ഉച്ച വരെ ബയോളജി ടെക്സ്റ്റ് ആയിരിക്കും നോക്കണ്ടാവുക. ടെക്സ്റ്റ് ഒരു ഏതെങ്കിലും തീർക്കാൻ പറ്റുന്ന അത്രയും തീർക്കുന്നതായിരിക്കും നല്ലത്, ക്ലിയർ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, PYQs നോക്കാം. PYQ ഞാൻ ഒരുപാട് നോക്കി, ഒരു ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയാൽ മതി PYQയിലെ. ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രിയിൽ ചിലപ്പോൾ ഇന്നത്തെ ലൈവ് എനിക്ക് കുറച്ച് ബാക്കി കാണാനുണ്ടാവും. അപ്പോൾ അത് കാണലും പിന്നെ എല്ലാ കോൺസെപ്റ്റിലും ഡൗട്ടുകളുള്ളത് ക്ലിയർ ആക്കുകയാണ് ചെയ്യുന്നത്. ഡൗട്ട് സെഷൻ മുഴുവൻ ക്ലിയർ ആക്കും. കുറച്ചൊക്കെ ഭാഗം അറിയാം, പക്ഷെ എന്നാൽ പോലും ഓർമ്മയിൽ നിൽക്കണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കും. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് പരീക്ഷയുടെ തലേദിവസം സൺഡേ ഞാൻ ഈ ഫിസിക്സ് ചെയ്ത പോലെ തന്നെ രാവിലെ ടു വൈകുന്നേരം വരെ ഫ്രം ദ ടോപ്പ് 1ാമത്തെ ചാപ്റ്റർ തൊട്ട് 7 ചാപ്റ്റർ വരെ പഠിച്ചു പോകും. ലൈവ് തുടങ്ങണമെങ്കിൽ കുറച്ച് മുമ്പ് തീർക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ PYQs കൂടെ ഞാൻ എല്ലാ PYQ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവാം. ഒരു ക്വസ്റ്റ്യൻ അറിയാത്തൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം. ഓക്കെ, ഈ ടൈമിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം കേട്ടോ, നിങ്ങളുടെ അനുസരിച്ച്. മാക്സിമം ഡൗട്ട് ക്ലിയറിങ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസെപ്റ്റ് ഒന്നും അറിയില്ലാത്ത അതെല്ലാം ഈ ഏതെങ്കിലും ഒരു ദിവസം ക്ലിയർ ആക്കുക. പിന്നെ എല്ലാത്തിൻ്റെയും ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ അത് അത്ര സ്ട്രെച്ച് ചെയ്യണ്ട, എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനുള്ളൊരു ടൈമും കൊടുക്കുക, അത് അത്രയും സ്പെൻഡ് ചെയ്യണ്ട. പിന്നെ PYQs സോൾവ് ചെയ്യാത്തവരാണെങ്കിൽ അത് സോൾവ് ചെയ്യുക, അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞവർക്കാണ് ഇത് കുറച്ചുകൂടെ ബെസ്റ്റ് ആവുക. പിന്നെ ബയോളജി ഇപ്പോൾ എന്നെപ്പോലെ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാരില്ല, കെമിസ്ട്രിയാണ് കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. എല്ലാത്തിനും ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇനി സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് നോക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി കുറച്ച് ആർക്കെങ്കിലും ടഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇതേപോലെ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ഫിസിക്സിൻ്റെ വ്ളോഗ് പോലെ ജസ്റ്റ് ഞാൻ പെയിലായിട്ട് ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്ത് നോക്കിയതാണ്, കുറേ നാളായില്ലേ, അത്രേ ഉള്ളൂ. ഇന്ന് എന്തായാലും ഞാൻ ഓർഗാനിക് കെമിസ്ട്രി കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടിപ്പല്ല, എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്നുള്ളത് പറയാം. കാരണം ഇത് കഴിഞ്ഞാൽ എനിക്ക് കോൺസെപ്റ്റ് നോക്കണ്ടാവില്ല ഓർഗാനിക് കെമിസ്ട്രിയുടെ. സോ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോകാം. സോ ഈ വീഡിയോ ഓർഗാനിക് കെമിസ്ട്രി അത്ര വശമില്ല, അതെങ്ങനെ പഠിച്ചു തുടങ്ങും എന്നുള്ളവർക്കാണ് കേട്ടോ. ഇതേപോലത്തെ കുറച്ച് ഷോർട്ട് നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് മോഡൽ എക്സാമിന് മുമ്പ് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ചെയ്ത് സമയം കളയണ്ട, പക്ഷേ നോമൻക്ലേച്ചർ എഴുതിയത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. സോ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഇതേപോലെ ഒരുപാട് ക്ലാസ് കാണാൻ പറ്റും. അതിൽ ദാസേട്ടൻ്റെ ഈ ഒരു ക്ലാസ് ബേസിക് തൊട്ട് എങ്ങനെ ചെയിൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 6th ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് അതിലൂടെ ക്ലിയർ ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻസിന് കൂടുതലും PYQ റെഫർ ചെയ്യാം. അതിനുശേഷം 7th ചാപ്റ്ററിലെ മിഥുലാംസിൻ്റെ ക്ലാസ്സും നൈസായിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും എടുത്തു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ MS സൊല്യൂഷനിലെ PYQ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 10th പഠിച്ചൊരു ചേച്ചി തന്നതാണ് കേട്ടോ, ചേച്ചിയുടെ സ്റ്റഡി മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഫ്രൈഡേയിലത്തെ ലൈവ് ഞാൻ സാറ്റർഡേ കാണാൻ വിചാരിച്ചു. ഈ ഒരു ലൈവ് ഞാൻ കുറച്ചും കണ്ടു കേട്ടോ.